പേർച്ചയിലൊക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് നിയമപ്രകാരം അവരെയൊക്കെ അങ്ങ് തൂക്കിക്കൊല്ലണം. അങ്ങ് ഇവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട് നിരന്നിരുന്ന് വീട് വലിക്കുന്ന ആൾക്കാർ. പക്ഷേ നമ്മൾ പറയുമ്പോൾ നമ്മളെ അടിക്കാനും കൊല്ലാനോ 10 പേര് വരുന്നത്, നല്ലവരുടെ കൂട്ടത്തിൽ ആരുമില്ല. മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഓരോ ആൾക്കാർ അടിച്ചു കൊല്ലുക അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന തൊപ്പി അങ്ങനെയുള്ള കുറേ ആളുകളെയാണ് അവർ റോൾ മോഡലാക്കുന്നത്. മദ്യവും മയക്കുമരുന്നും ആപത്താണ്. കുറ്റവാളികളുടെ എണ്ണം ഭീകരമായി വർദ്ധിക്കുന്നു. കുറ്റവാളികൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ്. ചൂരൽ ഉപേക്ഷിച്ചോടുകൂടി നമ്മൾ മക്കൾ കുറേ മാറിപ്പോയിട്ടുണ്ട്. പേടിച്ചു വേണം ജനങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ. എന്തും ചെയ്യാം, ആരും ചോദിക്കത്തില്ല എന്നൊരു സാഹചര്യത്തിലാണ്. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിനടുത്താണ്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ഒരു ക്യാമ്പയിനാണ് കൊട്ടാരക്കര മീഡിയ നടത്തുന്നത്. നമ്മുടെ നാട്ടിലെ നമ്മുടെ പുതുതലമുറ എങ്ങോട്ട് എന്നാണ് നമ്മുടെ ചോദ്യം. അതിന് ഉത്തരം പറയാനായി നമ്മളോടൊപ്പം ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. അവരുടെ വാക്കുകളിലേക്ക് പോകാം. പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മദ്യവും മയക്കുമരുന്നും MDMA ഒക്കെ ആകണം. അപ്പോൾ അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടമൊക്കെ ആയിട്ടുള്ള സംഭവം എന്താണ് പറയാനുള്ളത്? നമ്മുടെയൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, മാമന്മാർ എന്നുള്ള രീതിയിലുള്ള കുടുംബമായിരുന്നു. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും ഒരു ക്ലാസ് പോലും മുടങ്ങാനൊക്കാത്തൊരു കാലമായിരുന്നു. അന്നൊരു സിഗരറ്റോ വീഡിയോ വലിക്കണമെങ്കിൽ തന്നെയും നമുക്ക് തോന്നത്തില്ലെന്ന് പറഞ്ഞാൽ വീട്ടിലെ സാഹചര്യവും വീട്ടിലെ കാര്യങ്ങളും വെച്ച്. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ വീട്ടിൽ പൈസ എത്ര വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തങ്ങ് വിടുക, എന്തോ വേണം നിങ്ങൾ മേടിച്ച് കഴിച്ചു. വീട്ടിൽ അവർക്ക് വെക്കാൻ സമയമില്ല. താൽക്കാലികമായിട്ട് എല്ലാ ഫാസ്റ്റ് ഫുഡുകളല്ലയോ എന്ന് പറഞ്ഞാൽ എല്ലാം രാവിലെ അച്ഛനും അമ്മയും ഇറങ്ങിപ്പോകുന്നു, വൈകിട്ട് അവർ വന്ന് വീട്ടിൽ ഒന്നും വയ്ക്കുന്നില്ല. അവരുടെ ആവശ്യത്തിന് പൈസ കൊടുത്തിരുന്നു. അവർ പിള്ളേർ കഞ്ചാവാണോ ബ്രൗൺ ഷുഗറാണോ മരുന്നാണോ വെള്ളമാണോ എന്തൊന്നും പറയാൻ ഒക്കത്തില്ല. നിങ്ങളൊരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ പിള്ളേരും അന്നത്തെ തലമുറയായിട്ടുള്ള വ്യത്യാസം. വീട്ടിൽ കിടക്കുന്ന മാതാപിതാക്കളെ കൊല്ലാനും നാട്ടുകാരെ കൊല്ലാനും ഒക്കെ നിൽക്കുന്നവരെ ഇങ്ങനെ ചെയ്യുമ്പം ജയിലിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് അവർക്ക് നല്ല തീറ്റി ആഹാരം കൊടുത്ത് അവരെ ഇത്ര കൊല്ലം കഴിയുമ്പം പിന്നെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു. അങ്ങനെ ചെയ്യാതെ അവരെ അപ്പോഴേ പേർച്ചയിലൊക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് നിയമപ്രകാരം അവരെയൊക്കെ അങ്ങ് തൂക്കിക്കൊല്ലണം. അങ്ങ് എന്നിട്ട് നാളെ ഇത് സംഭവിക്കത്തില്ല. ഒരാളെയും അങ്ങനെ ചെയ്യുമ്പോൾ നാളെ അത് ചെയ്യാതെ അവർ ഇരിക്കും. ഇത് അവരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുക, അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറക്കി കഴിയുമ്പോൾ വീണ്ടും ഇറങ്ങി കഴിയുമ്പോൾ ഇത് തന്നെ വീണ്ടും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കും വേദന. എന്തൊക്കെയാണ് നടക്കുന്നത് പറഞ്ഞത്? മയക്കുമരുന്നായാലും കഞ്ചാവായാലും ഈ പ്രേമം മുഖാന്തരമായാലും ഈ കഞ്ചാവും ചാരയും കുടിച്ച് കഴിയുമ്പോഴേ ഈ പ്രേമത്തിൻ്റെ മൂർച്ചത കൂടി ഈ പെണ്ണുങ്ങളെയായാലും മാതാക്കളെയായാലും ഈ ലഹരിയിലല്ലേ ചെയ്യുന്നത്. ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ പിന്നെ ഭൂമിക്ക് മേളിൽ വെച്ചേക്കരുത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം. കാരണം വെച്ചാൽ ഇത് തിന്നുന്നവരെയും കൊടുക്കുന്നവരെയും പിടിച്ചുകൊണ്ട് പോവുക, ഇറക്കി വിടുക, വീണ്ടും ഇവർ ഇത് തന്നെ കാണിക്കുക. അവരെ ഈ ലോകത്തിനെ അങ്ങ് മാറ്റപ്പെടുത്തണം. അതാണ് ഏറ്റവും ഉള്ള. എങ്ങനെയുള്ള ശിക്ഷയാണ് ഉദ്ദേശിക്കുന്നത്? അവർക്ക് തൂക്കേറ് തന്നെ കൊടുക്കണം. കാരണം വെച്ചാൽ ഇന്നുള്ള തന്നെ ഒരു മുസ്ലിം കൊച്ചുകാർക്ക് 5 എണ്ണത്തിനല്ലേ കൊന്നത്. അവനെ ഇപ്പം കൊണ്ടു കിടക്കുമല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ പറയാനും ചോദിക്കണം. എന്തിനാ അങ്ങനെ കൊണ്ടു കിടക്കുന്നത്? നാളെയും അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൊല്ലത്തിന്നലെ ഉണ്ടോ വീണ്ടും ഒരു സംഭവം നടന്നു. അപ്പോഴേ ഇവനെ തൂക്കി വിധിക്കുമ്പം പറയാം എനിക്ക് ഈ ഭൂമിയിൽ ഇനി അങ്ങനെ ഒരു ജീവിതം കിട്ടത്തില്ല, ഞാൻ അത് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് ജീവിക്കണം, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അതുണ്ടാവുന്നില്ലല്ലോ സാറേ. അത് എന്തോ ഉപയോഗിക്കും നമ്മൾ അറിയാവുന്നില്ലല്ലോ, നമ്മൾ കാണുന്നില്ല ഉപയോഗിക്കുന്നത്. പക്ഷേ എന്തോ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയും തറവായിട്ട് ചെയ്യാനൊക്കത്തില്ലല്ലോ. ഈ മദ്യം എന്ന് പറഞ്ഞാൽ 99% ഈ മദ്യവും മയക്കുമരുന്നും ആപത്താണ്. ഓരോ കുടുംബങ്ങൾ താറുമാറായിപ്പെട്ട് പോകുന്നതും, കല്യാണം കഴിച്ചാൽ പിറ്റേന്ന് ഡൈവേഴ്സ് ആവുക, പിന്നെ കൊലപാതകങ്ങൾ. ഈ വർഷം തുറന്നപ്പോൾ തന്നെ എത്രയോ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. ഇതെല്ലാം മദ്യത്തിൻ്റെ കുറവിലാണ്. മദ്യവും മയക്കുമരുന്നും അടിച്ചുമ്പോൾ എന്ത് അനാവശ്യവും കാണിക്കാം, ആരെയും ഭയമില്ലാത്ത അവസ്ഥ. കൊലപാതകയെ തന്നെ പരീക്ഷ എഴുതാൻ എസ്കോളോട് വിടുക എന്ന് പറഞ്ഞാൽ അതേ കൂടുതൽ അനാവശ്യമുണ്ട് വിദ്യാർത്ഥിയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കൊലപാതകമാണല്ലോ ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. ഒരു ഭീകരമായ ഒരവസ്ഥ. ഒരുത്തനെ പരസ്യമായിട്ട് ഇടിച്ചോ വെട്ടിയോ കുത്തിയോ കൊന്നതിന് ശേഷം ആ പ്രതികളെ വിദ്യാർത്ഥികളാണെന്നുള്ള പരിഗണന വെച്ചും കൊണ്ട് അവർ പരീക്ഷയ്ക്ക് വിടുക. പരീക്ഷയ്ക്ക് അവരുടെ സൗകര്യാർത്ഥം അവരുടെ ചിൽഡ്രൻസിൻ്റെ അവിടെ തന്നെ സെൻറ്റർ ഒപ്പിച്ച് കൊടുക്കുക. മനസ്സിലായില്ലേ? അതൊക്കെ മാതൃകാപരമായിട്ട് കുട്ടികളെ ചെറുതുപോലും വലുതുപോലും കൊലപാതകയാണോ അവർ തക്കതായ ശിക്ഷ മാതൃകാപരമായിട്ട് കൊടുക്കണം. പുറമുക്കാലവും കാണിക്കാനില്ല. പിന്നെ അവന് ഭാവിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അത് 7 തരമാണ്. അത് ഈ കൊലപാതകം ചെയ്യുന്നവൻ 7 തരമാണ്. അത് ചെറുതുപോലും വലുതുപോലും അവൻ അപ്പോഴേ അകത്താക്കിക്കണം. ഇങ്ങനെ 4 എണ്ണത്തിന് ഈ കൊലപാതകം ചെയ്യുന്നവനെ അകത്താക്കിയാൽ ഇവർ തന്നെ ധൈര്യമായിട്ട് വെള്ളമടിച്ചുകൊണ്ട് കൊല്ലാൻ നോക്കത്തില്ല, നമ്മളകത്ത് കൊണ്ടുള്ളൂ. മനസ്സിലായില്ലേ?
ഉദാഹരണമായിട്ട് ഈ ക്യാമ്പസിൽ നടന്നിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളും പുറത്താണ്. ഇപ്പോൾ ഇവർ തമ്മിൽ അടിക്കാറില്ലേ കുട്ടികൾ തമ്മിലൊക്കെ? ഇപ്പോൾ വലിയ അടിയില്ല, മറ്റേന്ന് പറയാൻ സിനിമടിയാ. മുഖത്ത് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവർ ഒരു യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികളാണ്. അതിന് പിന്നിൽ എന്താണെന്ന് അറിയാൻ ഒക്കത്തില്ല. ഒരുത്തരടിക്കുക, എല്ലാവരും കൂടി അടിക്കുക, ഓടുക, പോലീസ് വരുമ്പോൾ അങ്ങോട്ട് ഓടുക, പിന്നെ അപ്പുറത്തെ അടി. അത്തരം വളരെ വൾഗറായിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയാൻ, ഇവനൊന്നും ലോകം അറിയാൻ വയ്യ, രാജ്യം അറിയാൻ വയ്യ, മനുഷ്യനെ അറിയാൻ വയ്യ, സാഹചര്യം അറിയാൻ വയ്യ. മനസ്സിലായില്ലേ? രാജ്യത്ത് നടക്കുന്ന എന്തോ, നമ്മുടെ രാജ്യത്ത് എന്തോ നടക്കുന്നോ അല്ലെങ്കിൽ ലോകത്ത് എന്തോ നടക്കുന്ന ഒരു കാര്യം അവൻ അറിയാൻ വയ്യ. ഭയമില്ല. ഈ ഭയമില്ലാത്ത കാര്യം എന്താ അറിയാം? ഇതേപോലെ അവിടെ തൊട്ടടുത്ത് കൊന്നവൻ ഇല്ലെങ്കിൽ അവനെ എവിടെ പോയി ചത്തോണ്ടാണ്. കൊല്ലത്തന്നെ ഒരു തരം കുത്തിക്കൊന്നിട്ട് പോയി ട്രെയിനിൽ ബുക്ക് ചാടിയില്ലേ? മനസ്സിലായില്ലേ? അല്ല, അങ്ങനെ അകത്ത് പോകുന്ന ഭയമുള്ളവൻ ഇവിടെ പോകും. അഥവാ പിടിച്ചാൽ ചെന്ന് എന്തുവാ, അവർ വിദ്യാർത്ഥി എന്നുള്ള പരിഗണന കൊടുക്കുക പുറത്ത്. കാപ്പ കേസ് പ്രതിയെ കാപ്പ കേസ് പ്രതിയെ കാപ്പ ചുമത്തി വെളിവിട്ട പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്വീകരിക്കുന്ന നമ്മുടെ മന്ത്രി. വിദ്യാർത്ഥികൾക്കുള്ള ശിക്ഷ കൂട്ടണമെന്നാണ് അവൻ പറയുന്നത്. സംശയമൊന്നുമില്ല, 100% കൂട്ടണം. എങ്ങനെയാണ് ഒരു സുഹൃത്തിനെ സ്നേഹിക്കേണ്ടത് അത് പറയാം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ സ്നേഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്നേഹിക്കത്തില്ല. പിന്നെ അതുപോലെ ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് മദ്യമൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്താണ് അതിനെതിരാണോ നിങ്ങൾ? അനുകൂലമാണോ? എതിരാ. എന്തുകൊണ്ട് എതിരാകുന്നത്? അത് ഇപ്പം നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഓരോ ആൾക്കാർ അടിച്ചു കൊല്ലുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊക്കെ തെറ്റാണ്. നമ്മൾ തന്നെ ശരിയല്ല. അത് നമ്മളെ കൂട്ടത്തിൽ ആരായാലും നമ്മളത് അറിയിക്കേണ്ടവരെ അറിയിക്കണം. അങ്ങനെയുള്ളതാണ് എൻ്റെ രീതി. ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ നാട്ടിൽ ഭീകരമായ രീതിയിൽ മദ്യം മയക്കുമരുന്ന് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരു ഭാഗത്ത് ഈ ലഹരി മാഫിയകളുടെ അതുപോലെ തന്നെ ഈ മദ്യത്തിൻ്റെയൊക്കെ ഭീകരമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് പക്ഷേ സർക്കാർ ആ രീതിയിൽ അതിനെ ചെറുക്കുന്ന രീതിയിലുള്ള നടപടികളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ എക്സൈസ് വകുപ്പ് തന്നെ ഈ രീതിയിൽ ശരിക്കൊരു ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതിനെതിരെ അതിനെ ചെറുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ രീതിയിലേക്ക് സർക്കാരുകൾ മുന്നോട്ട് വരുന്നില്ല. അതൊരു പരാജയമാണ്. മാത്രമല്ല, നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന സിനിമ, സാംസ്കാരിക മേഖലയിലെ തകർച്ച, ഇപ്പം എല്ലാ സിനിമകളിലും നടക്കുന്ന വളരെ ഭീകരമായ കൊലപാതകങ്ങളും അതുപോലെ തന്നെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തുള്ള ഒരു പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ സാംസ്കാരിക മേഖല ആകെ തകർന്ന നിലയിലാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു റോൾ മോഡലെ കാണിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം വിദ്യാർത്ഥികളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് തന്നെ പല ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന തൊപ്പി അങ്ങനെയുള്ള കുറേയൊക്കെ ആളുകളെയാണ് അവർ റോൾ മോഡലാക്കുന്നത്. അത് ശരിക്കും ഒരു മോശപ്പെട്ടൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അതേസമയം തന്നെ സാംസ്കാരിക മേഖലയിലെ പണ്ടുണ്ടായിരുന്ന ഇപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ വിദ്യാർത്ഥികൾക്ക് അറിയില്ല. ഭഗത് സിംഗിനെ, ഖുദിറാം ബോസിനെ, എന്തിന് ഗാന്ധിജിയെ പോലും അറിയാത്ത കുട്ടികൾ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന സർക്കാരുകൾ ബോധപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന നയങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. എഴുത്തും വായന അക്ഷരമാലയും പഠിപ്പിക്കേണ്ട എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. അക്ഷരമാല പഠിപ്പിക്കാതെ അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടിക്ക് എങ്ങനെയാണ് സമൂഹത്തിലുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുക? ഒരു പുസ്തകം വായിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? പത്രം വായിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക കുട്ടികൾക്ക്? അപ്പം ഇത് ബോധപൂർവമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ വളരെ ഭീകരമായൊരു പ്രത്യാഘാതമായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ കുടുംബ ബന്ധങ്ങൾ തന്നെ ശിഥിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമില്ല, മക്കൾക്ക് അച്ഛനെയും അമ്മയും വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഭയങ്കര സാമൂഹ്യ മേഖലയിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം എന്താണെന്നാണ് പറയുന്നത്? ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ സാംസ്കാരിക മേഖല ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാംസ്കാരിക മയക്കുമരുന്നിനൊക്കെ പിന്നിൽ കുറച്ച് ഉണ്ട്. അതുണ്ട്, തീർച്ചയായും അതൊരു കാരണം തന്നെ, അതൊരു പ്രധാന ഘടകം തന്നെയാണ്. അതേസമയം തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടായിരുന്ന മഹാന്മാരെ കുറിച്ച് പഠിക്കാനോ അവരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനോ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നില്ല. സർക്കാരുകൾ ബദലായിട്ടൊരു സംവിധാനം സൃഷ്ടിക്കുന്നില്ല. ബദൽ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന നടപടികൾ അങ്ങനെ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് വേണം കാര്യങ്ങളെ കാണാൻ, അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടെ ഒരു കണക്ട് ചെയ്ത് വേണം കാര്യങ്ങളെ കാണാൻ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സമൂഹത്തിൽ മാറ്റണമെങ്കിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി സമരരംഗത്ത് അണിനിരക്കണം. ഇപ്പോഴത്തെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ രാസലഹരിക്ക് അടിമകളാണെന്ന് ഒരു 75%. അപ്പം നിങ്ങളുടെയൊക്കെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്?
ഒന്ന്, നമ്മുടെ കാലഘട്ടത്തിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത തരം ലഹരിയാണ് ഇപ്പോഴത്തെ ഒരു കുട്ടികളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലത്ത് കള്ളുഷാപ്പുകളിലേക്ക് പോലും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് തലയിൽ മുണ്ടിട്ടുകൊണ്ട് ആരും കാണാതാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് പിന്നീട് ചാരായത്തിലേക്കും അതുപോലെ തന്നെ വിദേശ മദ്യത്തിലേക്കും മാറുകയും പിന്നീട് കഞ്ചാവിലേക്ക് മാറുകയും ഇപ്പോൾ കൊച്ചു കുട്ടികളിലേക്ക് വരെ ഈ രാസലഹരി അടക്കമുള്ള സംഗതികൾ എത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇത് അത്ര നിസ്സാരമായിട്ട് വന്നൊരു സംഗതിയല്ല. മറിച്ച് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഭരണകൂടവും എല്ലാവരും ചേർന്ന് സർക്കാരുകളും ഒക്കെ കൂടെ ചേർന്ന് സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതല്ലെങ്കിൽ വളരെ ഫലപ്രദമായി തടയാൻ കഴിയുമായിരുന്ന ഈ രാസലഹരി അടക്കമുള്ള സംഗതികൾ നമ്മുടെ സ്കൂളുകളിലേക്ക് എങ്ങനെ എത്തുന്നു? സ്കൂളുകളിലെ അധ്യാപകരുണ്ട്, പ്രധാന അധ്യാപകരുണ്ട്, PTA ഉണ്ട്, SPC ഉണ്ട്, NCC ഉണ്ട്, അങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങൾ, NSS ഉണ്ട്, അതുപോലെ എന്തെല്ലാം സംവിധാനങ്ങളാണ് സ്കൂളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സ്കൂളുകളിലേക്ക് രാസലഹരി വരുമ്പോൾ ഇതിനെതിരായി യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഇതൊന്നും തയ്യാറാകുന്നില്ല. വളരെ സമ്പൂർണ്ണമായി. എന്ന് മാത്രമല്ല, രാസലഹരി അടക്കമുള്ള സംഗതികളുമായി പിടിക്കപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കഞ്ചാവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്ന ആൾക്കാരെ രക്ഷിക്കുവാനായി രംഗത്ത് വരുന്നതാരാണ്? വളരെ ബോധപൂർവം ഭരണപക്ഷത്തിരിക്കുന്ന സംഘടനകളും അതല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമാണ് രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വ്യവസായമായി, വലിയൊരു പ്രവർത്തനമായി മാറ്റി നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കറിയാം, ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ദയനീയമായി നമ്മുടെ രാജ്യത്തെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാംസ്കാരിക തകർച്ചയ്ക്ക് അങ്ങേയറ്റം ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അക്രമ പ്രവർത്തനങ്ങൾ അത്രയും ഭീകരമായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പത്രം വായിക്കാൻ, പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരോട് പത്രം വായിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്തരത്തിൽ അവരുടെ മനസ്സിനെ വൻതോതിൽ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൊലപാതകങ്ങളും അതുപോലുള്ള എല്ലാത്തരം പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിയന്തരമായി ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു സംഗതിയാണ്. കാരണം ഇതിനെതിരായിട്ടുള്ള ഒരു പ്രചരണം എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ആൾക്കാരെ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനകത്ത് സർക്കാരിന് വളരെ ഫലപ്രദമായൊരു പങ്കുണ്ട്. കാരണം സർക്കാരുകൾ ശക്തമായ നടപടികൾ എടുക്കേണ്ടതുണ്ട്. അപ്പം ഇന്നിപ്പോൾ ആ ബാറുകളുടെ എണ്ണം 46-ൽ നിന്ന് 844, 850 ഒക്കെ ആയി വർദ്ധിച്ചിട്ട് പോലും രാസലഹരി കൂടിക്കൊണ്ടിരിക്കുകയാണ്, മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വളരെ ഫലപ്രദമായി പരിഹാരമെന്ന് പറയുന്നത് ജനങ്ങളും അധ്യാപകരും രക്ഷകർത്താക്കളും ഫോഴ്സും, ഇപ്പോൾ പോലീസിലോ അല്ലെ എക്സൈസിലോ മതിയായ ജീവനക്കാരില്ല. ആ മതിയായ ജീവനക്കാരിൽ ആയിരക്കണക്കിന് ആൾക്കാരെ പുതുതായി നിയമിച്ചുകൊണ്ട് അതിശക്തമായ രീതിയിലുള്ളൊരു പ്രവർത്തനം എല്ലാ മേഖലകളിലും വളർത്തിയെടുക്കേണ്ടതാണ് അത്യാവശ്യമായിട്ടുള്ള സംഗതി. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ പിന്തുണയുണ്ട്. നമ്മൾ അത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സമൂഹത്തിൽ പുതിയ തലമുറയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സമൂഹം വളരെ ഭീഷണമായൊരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പുതുതായി പറയേണ്ട കാര്യമല്ല, ഓരോ ദിവസവും വാർത്തകൾ വരുന്നത് നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ്. കുറ്റവാളികളുടെ എണ്ണം ഭീകരമായി വർദ്ധിക്കുന്നു. കുറ്റവാളികൾ, ഈ കുട്ടികൾ ഇരകളും പ്രതികളുമാകുന്ന തരത്തിൽ, നമ്മൾ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ വൻതോതിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വളരെ ഭീഷണമായ വ്യാപനം സമൂഹത്തിൽ വലിയൊരു വിപത്തായി വന്നിരിക്കുകയാണ്. വളരെയധികം ആശങ്കാകുലമായൊരു സാഹചര്യമാണുള്ളത്. ഇതിൻ്റെ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നത്, ഇതിൻ്റെ കാരണം എവിടെ കിടക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം. ഇത് വളരെ സ്വാഭാവികമായി സമൂഹത്തിൽ ഉണ്ടായി വരുന്നതല്ല. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കേരളം ഭരിക്കുന്ന ഒരു ഇടതുപക്ഷം എന്നറിയപ്പെടുന്ന ഒരു സർക്കാരാണ്. ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ അന്ന് 28 ബാറുകളാണ് ഉണ്ടായിരുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന UDF സർക്കാർ ജനങ്ങളുടെ രോഷത്തെ ഭയന്നോ എന്തിൻ്റെ പേരിലാണെങ്കിലും ഓരോ വർഷവും 3 സ്റ്റാർ ഹോട്ടലുകൾക്കടക്കം ബാർ ലൈസൻസ് കൊടുക്കാതിരുന്നു. ബിവറേജ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം ഓരോ വർഷവും 10% വീതം കുറച്ചുകൊണ്ട് വരികയായിരുന്നു. സമൂഹത്തിന് അത് വൻതോതിൽ വലിയ ആശ്വാസമായിരുന്നു. പിന്നീട് അധികാരത്തിൽ വന്ന LDF സർക്കാർ മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചാൽ അത് മയക്കുമരുന്ന് വർദ്ധിക്കാൻ കാരണമാകുമെന്ന് പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് 900-ലധികം ബാറുകളുള്ള ഒരു മദ്യാലയമായി കേരളം മാറിയിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് മയക്കുമരുന്നിൻ്റെ വ്യാപനം കുറയുകയല്ല, മറിച്ച് വളരെ ഭീഷണമായി വർദ്ധിക്കുന്നതാണ്. LP സ്കൂളുകൾ പോലും മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാണ് എന്നുള്ള തലത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. കുട്ടികൾക്കിടയിലുള്ള കുറ്റകൃത്യങ്ങൾ വളരെ ഭീഷണമായി വ്യാപിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ സർക്കാരാണ്. സർക്കാരിന് നിരവധിയായ സംവിധാനങ്ങളുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ സമൂഹം നിലനിർത്തിയിരിക്കുന്നത് ഇതുപോലെയുള്ള മയക്കുമരുന്നും ഇതുപോലുള്ള മദ്യവും
മദ്യവും എല്ലാം പിടികൂടാനും സമൂഹത്തെ രക്ഷിക്കാനും കൂടിയ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ കാണുന്നത് ഓരോ വർഷം ലക്ഷക്കണക്കിന് ടണ്ണിൻ്റെ മയക്കുമരുന്ന് വരുന്നു, അത് പിടിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അത് പക്ഷേ കൃത്യമായി അതെല്ലാം വിതരണം ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള കണ്ണികൾ മാത്രമാണ് പിടിക്കപ്പെടുന്നത്. അതിൻ്റെ ഉന്നത തലത്തിലുള്ള ആളുകൾ, അതിൻ്റെ ആ വിധത്തിലുള്ള വലിയ ശൃംഖലകൾ അതെല്ലാം രക്ഷപ്പെടുന്നു. അതെല്ലാം സർക്കാരിൻ്റെ ഒത്താശയോടെ കൂടിയാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും സർക്കാർ പെട്ടെന്ന് ഒരു ബോധവൽക്കരണമായിട്ട് ഇറങ്ങും, കുറേയധികം ക്യാമ്പയിനുകൾ നടത്തും. പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നില്ല. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രീയമായ ഒന്നും ചെയ്യാൻ സർക്കാർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഒന്നാം പ്രതി നമ്മൾ വളരെ നിസ്സംശയം പറയാം, സർക്കാരുകൾ തന്നെയാണ് ഒന്നാം പ്രതി. അതിനൊരു കാരണം മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ വിതരണം വഴിയുണ്ടാകുന്ന വൻ ലാഭം മാത്രമല്ല, ഒരു ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരാതിരിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ സാഹചര്യത്തിൽ തൊഴിലില്ലായ്മ വളരെ ഭീഷണമായി വർദ്ധിക്കുകയാണ്. കുട്ടികൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ അസംതൃപ്തിയുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ തൊഴിലില്ലായ്മയുടെ അടക്കമുള്ള അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് സമൂഹം തിരിച്ചറിയാതിരിക്കണമെങ്കിൽ അതിനെ ഒരു തലമുറയെ കുടിപ്പിച്ച് കിടത്തുക എന്നുള്ളതാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പ്രശ്നമുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ പണ്ട് ക്യാമ്പസുകളിലൊക്കെ ഉള്ള വിദ്യാർത്ഥി സംഘടനകൾ ഭയങ്കരമായി സൗഹൃദം പങ്കുവച്ചിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ പോക്ക് എങ്ങോട്ടാണെന്നാണ് മാഡത്തിൻ്റെ? അതും നമ്മൾ വിദ്യാർത്ഥി സംഘടനകൾ ഒരു കാലത്ത് കേരളത്തിൽ ക്യാമ്പസുകളിലെ 70കളിലും 80കളിലുമൊക്കെ ക്യാമ്പസുകൾ ഏറ്റവും സർഗാത്മകമായിരുന്നു. ഏറ്റവും ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയമായ ചർച്ചകൾ നടന്നിരുന്നു, സർഗാത്മകമായ ചർച്ചകൾ നടന്നിരുന്നു. ആ വിധത്തിൽ ആ ക്യാമ്പസുകളിൽ വളർന്നു വന്ന ആളുകളാണ് ഞങ്ങളുടെയൊക്കെ തലമുറ. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ സമൂഹം കൂടുതൽ മുന്നോട്ട് പോകുന്തോറും കൂടുതൽ ഉയർന്ന മൂല്യങ്ങൾ ആർജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ജീർണമായ അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതിന് സംശയമില്ല. പക്ഷെ വിദ്യാർത്ഥി സംഘടനകളെ എല്ലാം കുറ്റം പറയുകയല്ല. പക്ഷെ വിദ്യാർത്ഥി സംഘടനകളെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ വിദ്യാർത്ഥി സംഘടനകളെ കൊണ്ട് അവരെ കൊണ്ട് കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന തരത്തിൽ കുറ്റവാളികളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് SFI ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയെ പ്രത്യേകമായി പഴി പറയാൻ വേണ്ടി പറയുകയല്ല, മറിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിലെ ഏറ്റവും പ്രബലമായ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ നമുക്ക് പറയേണ്ടി വരും SFIയിലുള്ള ചെറുപ്പക്കാരിൽ, കുട്ടികളിൽ ഭൂരിപക്ഷവും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളുടെ പ്രതികളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ കുട്ടികളോടുള്ള വിരോധം ഒന്നുമില്ല, മറിച്ച് അങ്ങേയറ്റം സ്നേഹവും സഹതാപവും അനുതാപവുമേ ഉള്ളൂ. എൻ്റെ മക്കളുടേതുപോലെയുള്ള കുട്ടികളാണ്. പക്ഷേ അവരെ അങ്ങനെയാക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം അവർക്ക് പിന്നിലുണ്ട്. അത് വളരെയധികം ആശങ്കാകുലമാണ്, പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് ശരിയായൊരു യുവാക്കളുടെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ എതിരായിട്ടുള്ള ശരിയായൊരു മൂവ്മെൻറ്റ് വളർന്നു വരിക എന്നുള്ളത് അത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഉത്തരവാദിത്വമാണ്. സ്വന്തം രക്ഷകർത്താക്കൾ കുട്ടികളെ ശിക്ഷിച്ചാൽ പോലും നിയമവ്യവസ്ഥകൾ അവരെ ശിക്ഷിക്കുന്ന സ്ഥിതിയാണ്. ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അതിലുപരി ഈ സ്കൂളിൽ നമ്മുടെ വിദ്യാഭ്യാസ കാലയളവിൽ നമ്മൾ അധ്യാപകരെ കാണുമ്പം നമ്മൾ ഓടി ഒളിക്കുമായിരുന്നു. മോശപ്പെട്ട സാഹചര്യം നിൽക്കുക. അതല്ലെങ്കിൽ അവർ നമ്മളെ ശിക്ഷിക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നു നമ്മളന്ന് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ. ചൂരൽ പ്രയോഗം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പൊതുജനത്തെ പേടിക്കുമായിരുന്നു, അധ്യാപകരെ പേടിക്കും, അതിലുപരി വീട്ടിലെ രക്ഷകർത്താക്കളെ പേടിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ അതില്ല. ആരെയും പേടിക്കേണ്ട. നിയമവ്യവസ്ഥകൾ ഇന്നത്തെ കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാം അനുകൂല സാഹചര്യമുണ്ട്. എന്തും ചെയ്യാം, ആരും ചോദിക്കത്തില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ പോക്ക്. അതുകൊണ്ടാണ് ഈ കുട്ടികളെല്ലാം അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നൊരു രീതിയായി ആ ശൈലി ആയപ്പോൾ അവർ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മദ്യപാനവും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് കടന്നത്. നമ്മളിന്നിപ്പോൾ ഡെയിലി പത്രവും മറ്റ് മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഡെയിലി 6ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെ പഠിക്കുന്ന 6ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ മയക്കുമരുന്ന് കച്ചവടവും മയക്കുമരുന്ന് ഉപയോഗവുമാണ് നമ്മൾ കാണുന്നത്. ഞെട്ടിപ്പിക്കുന്ന അവസ്ഥയാണ്. പിന്നെ നമ്മുടെ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന പഴയ കാലഘട്ടം എന്ന് പറയുന്ന പട്ടിണിയും പരിവട്ടവും ദുരിതവും പ്രയാസമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്. നേരെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നമ്മൾ വയറിറച്ച് കഴിക്കാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ പഠിച്ചതും ജീവിച്ചതും വളർന്നതും. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അതല്ല. കുട്ടികൾക്കെല്ലാം അറിഞ്ഞ് രക്ഷകർത്താക്കൾ കൊടുക്കുന്ന അവരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയിക്കാതെ വളർത്തുന്നതിൻ്റെ ഒരു ഗതികേടും കൂടാണ് ഈ തലമുറ അനുഭവിക്കുന്നത്. ഇന്നത്തെ നിയമങ്ങളും ഒന്നും കൊള്ളത്തില്ല. ഞാനങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ കഷ്ടപ്പാട് അവരറിയുന്നില്ല. അവർക്ക് പൈസ ചോദിക്കുമ്പോൾ കൈതനയാതെ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. വള്ളന്മാരുടെ അപ്പന്മാരുടെ ബുദ്ധിമുട്ട് അവരറിയുന്നില്ല.
അപ്പോൾ അവർക്ക് പഠിക്കണം, നാളെ നല്ലൊരു ഭാവിയിലെത്തണം എന്നുള്ളൊരു ചിന്ത അവർക്കില്ല. എന്നുവെച്ചാൽ എങ്ങനെയാലും അവർക്ക് കാശ് കിട്ടും, ആ കാശ് നല്ല രീതിക്ക് വിനിയോഗിക്കണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എന്നുവെച്ചാൽ അച്ഛനോട് ചോദിച്ചാൽ കിട്ടും, അമ്മയോട് ചോദിച്ചാൽ അമ്മയുടെ അച്ഛൻ്റെ കഷ്ടപ്പാട് അവരറിയുന്നില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അവൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല. അപ്പോൾ ആ കാശ് കിട്ടുമ്പോൾ അവർ നല്ല രീതിക്ക് ചിലവാക്കുന്നില്ല. അവർ തോന്നിയ പോലെ ചിലവാക്കുക, കടയിൽ കയറുക, അവരിഷ്ടത്തിന് തിന്നുക. ചെറിയ ചെറിയ കടകളിലാണ് തെറ്റുകൾ നടക്കുന്നത്. ചെറിയ ചെറിയ പെട്ടിക്കടകൾ, ചെറിയ ചെറിയ മയക്കുമരുന്നും ബീഡിയും ഒക്കെ കൊടുക്കുന്നത് വലിയ കടകളിലല്ല. നമ്മൾ സിറ്റിയിൽ തന്നെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അങ്ങനെ. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മളെ അടിക്കാനും കൊല്ലാനോ 10 പേര് വരുന്നത്, നല്ലവരുടെ കൂട്ടത്തിൽ ആരുമില്ല. ഈ തെറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ 1000 പേരുണ്ട്. എന്നുവെച്ചാൽ തെറ്റ് ചെയ്യാൻ അറിയുന്നത് വലിയ വലിയ ഉന്നതരിലും ഐവയപ്പിലും ഇരിക്കുന്നവരാണ്. പക്ഷെ അവർ പുറത്ത് കാണിക്കത്തില്ല മുഖം. ഈ എന്തിനും തുടിഞ്ഞിറങ്ങുന്ന കുറേ പേരുണ്ട്. അവരാണ് മെയിനായിട്ട്. അവർ 10 രൂപ കിട്ടിയാലും അവർ എന്തിനും പോകും. പക്ഷേ ഇവരറിയുന്നില്ലല്ലോ ഇവർ നശിക്കുക, ഇവരുടെ കാരണം കൊണ്ടാണ് ഇവർ നശിക്കുന്നതെന്ന് ഇവരറിയുന്നില്ല. അപ്പോഴത്തെ സന്തോഷം, അപ്പോഴത്തെ സുഖം. 10 രൂപ കിട്ടിയാൽ അത്ര വലുത്. ഒരു വേണ്ടതെന്ന് വെച്ചാൽ ഈ നിയമം ശരിയാക്കി വരണം. എന്നുവെച്ചാൽ നമ്മുടെ ഇന്ന് ഒരു ഓട്ടയിൽ അവർ മേടിക്കുന്നുണ്ടല്ലോ, ആ വോട്ട് നല്ല രീതിക്ക് റേഷൻ കടയിൽ പോയാൽ നല്ല റേഷനില്ല, ഗവൺമെൻറ് ആശുപത്രി പോയാൽ നല്ല മരുന്നില്ല. പക്ഷേ ഈ നമ്മൾ നടന്നു പോകുന്ന വഴി തന്നെ കൊള്ളത്തില്ല. എന്ന് പറയും എല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ഒരു വോട്ട് മേടിക്കും. വോട്ട് മേടിച്ച് കഴിയുമ്പോൾ അവർ വലിയ കൊമ്പാണ്. അവർ നമ്മൾ ഒരു വട്ടമേ തൊഴത്തുള്ളൂ. ഒരു ചെറിയ ഒരു ഒപ്പിന് വേണ്ടി 16 വട്ടം അവരെ തൊഴണം. നമ്മൾ പറഞ്ഞ് റേഷൻ കടയിൽ പോയ നല്ല റേഷനില്ല, ആ റേഷനിൽ തന്നെ നല്ല മായങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇന്നത്തെ ആഹാരം കഴിക്കുന്ന കൊണ്ടാണ് മനുഷ്യന് കൂടുതലും അസുഖങ്ങളുണ്ടാവില്ല. കുട്ടികൾ കാരണം ഇനി പണ്ടത്തെ തലമുറ വരണമെങ്കിൽ ഈ നിയമം ശരിയാകുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ വലിയവർ കാണിക്കുന്ന ശകലവേലും നല്ല കാര്യങ്ങൾ ഇരുന്നാലേ അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ പഠിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ രാവിലെ കഷ്ടപ്പെടാൻ പോകുക, എല്ലാം ജോലി വീട്ടിൽ ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ കഷ്ടപ്പെടാൻ പോകുന്നത്. ആ കഷ്ടപ്പെട്ട് വരുമ്പോൾ എൻ്റെ വീട്ടിലെ സന്തോഷം, സമാധാനം മക്കൾ കൊണ്ടും വേണം, ഭർത്താവ് കൊണ്ടും വേണം. അതാ പറയുന്നേ. ഇപ്പം കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് അവർ പഠിക്കണം, നല്ലൊരു ഭാവിയിലെത്തണം, അവർ നല്ലൊരു കഴിവിലെത്തണം എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ പറയുന്നേ. പക്ഷേ അവർ 10 രൂപ കിട്ടുമ്പോൾ എങ്ങനെ ചിലവാക്കണമെന്ന് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഈ അച്ഛനമ്മയ്ക്ക് എന്തോ ചെയ്യാൻ പറ്റും. ഈ അച്ഛനമ്മ ഇന്നലെ തന്നെ ആ കൊട്ടാരക്കര ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കൊച്ചു ചെറുക്കനാണ്. ആ ചെറുക്കന് മൂത്ത ചെറുക്കൻ കഞ്ചാവ് അടിക്കുക, ബീഡി അടിക്കുക എന്നും പറഞ്ഞ് വണ്ടി തല്ലി പൊട്ടിച്ച് ആ 2 പോലീസുകാർ വന്ന് പറയുക അമ്മയെ കൊണ്ട് എവിടെയെങ്കിലും വിടും, നിങ്ങൾ 3 പേരെ വിളിച്ചുകൊണ്ട് പോകുന്നൊക്കെ ബഹളമായി. അപ്പം ഈ പ്രായത്തിൽ അവൻ ഇങ്ങനാണെങ്കിൽ ഇച്ചിരി വലുതാകുമ്പോൾ അവൻ എങ്ങനായിരിക്കും? എനിക്കിപ്പോൾ 55 വയസ്സായി. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് പറഞ്ഞ കണക്ക് അന്നത്തെ കാലത്ത് നമ്മളൊരു 18-20 വയസ്സിലേക്ക് ഒരു വീഡിയോ വലിക്കണമെന്നുണ്ടെങ്കിൽ വല്ല വാഴത്തോട്ടത്തിലോ ചേമ്പന്തടത്തിലോ ഒക്കെ മാറി. കാരണം ഈ പറഞ്ഞ കണക്ക് അധ്യാപകരെ ആണെങ്കിലും രക്ഷകർത്താക്കളെ ആണെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ എല്ലാം ഭയപ്പെട്ടാണ് അന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറകൾക്ക് ഒന്നുമില്ല. അവരെവിടെ ഇവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട് നിരന്നിരുന്ന് വീഡിയോ വലിക്കുന്ന ആൾക്കാർ. 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളിവിടെ നിരന്നിരുന്ന് വീഡിയോ വലിക്കുന്നത്. ഇതിന് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ചാക്ക് കണക്കിനാണ് കുറ്റിവാരി കളയുന്നത്. കാരണം അമിതമായ സ്വാതന്ത്ര്യമായിപ്പോയി കുഞ്ഞുങ്ങൾക്ക്. ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് കഴിഞ്ഞ സമയം മുതലേ കുഞ്ഞുങ്ങൾക്ക് അമിതമായി അവർക്ക് മെയിനായിട്ട് മൊബൈൽ ഫോണാണ്. അതുവരെയും ഫോണൊന്നുമില്ല. എൻ്റെ കാലഘട്ടത്തിലൊക്കെ എനിക്ക് 10-30 വയസ്സായിട്ടാണ് ഞാനൊരു ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ 5 വയസ്സ് ആകുമ്പോഴത്തെ കുട്ടികളുടെ കയ്യിൽ നല്ല ഏറ്റവും കൂടി ഐഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഫോൺ സ്ഥിരമായിട്ട് അവർ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞു. അല്ല, ഈ സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകിച്ച് പ്രൈസ് സ്റ്റാൻഡിൽ അങ്ങനെ ഈ ഇത്തരം കച്ചവടക്കാരും അങ്ങനെയൊന്നുമില്ല. ഈ കുട്ടികൾ വന്നിരിക്കുന്നു പോകുന്നു എന്നല്ലാതെ ഇതുമായിട്ടുള്ള കച്ചവടമൊന്നും പ്രണയമല്ല ഉള്ളത്. ഇതിലെ കൈ വലിച്ചുകൊണ്ട് ചിലർ വരുമ്പം നടന്നു പോകാനെ പിടിച്ച് വലിച്ചാൽ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ നമ്മളിവിടെ ഇരുന്ന് രാവിലെ 7 മണി തൊട്ട് രാത്രി 8 മണി വരെ, അതിലൊരു വൈകിട്ട് 5 മണി 6 മണി വരെ നമ്മളിത് കണ്ടുകൊണ്ടായിരിക്കും. കാരണം ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ചോദ്യം ചെയ്തു പോയാൽ നമ്മൾ കുറ്റക്കാരാണ്. ഇപ്പോഴും റോഡിൽ തന്നെ നടന്നു വരുന്നത് അവരെന്തോടെ ഇത് നിങ്ങൾ കാണിക്കുന്നത് ചോദിച്ച കുറ്റക്കാർ നമ്മളാണ്. കാരണം നിയമവ്യവസ്ഥകളെല്ലാം ഇപ്പോൾ കുഞ്ഞുങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇപ്പം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾ തെറ്റ് കാണിച്ച് നമുക്ക് ശിക്ഷിക്കാൻ പറ്റാത്ത കാലഘട്ടം. ശിക്ഷിച്ചു പോയാൽ തീർന്ന് പിറ്റേ ദിവസം അടുത്ത ദിവസം ജയിലിൽ പോകണം അപ്പനും അമ്മയും. ആ ഒരു കാലഘട്ടത്തിൽ ഈ നിയമവ്യവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകണം.
അപ്പോൾ പറയുന്നത് ഈ നമുക്ക് കുഞ്ഞുങ്ങൾ തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട്, അധ്യാപകർക്കുണ്ട്. തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. ചൂരിൽ തീർച്ചയായിട്ടും തിരിച്ചു വരണം. സ്കൂളിൽ പഴയ ഒരു കാലഘട്ടം, ഒരു 10 വർഷത്തിന് മുന്നിലുള്ള ഒരു 15 വർഷത്തിന് മുന്നിലുള്ളൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് സ്കൂളിൽ കടന്നു വരണം, അധ്യാപകർ കടന്നു വരണം. എങ്കിൽ മാത്രം ഇനിയുള്ള തലമുറകളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ പറഞ്ഞില്ലേ 10 വയസ്സ് മുതൽ 15 വയസ്സ് മുതൽ ഉള്ള കുഞ്ഞുങ്ങളെല്ലാം എവിടെ നോക്കിയാലും MDMA, കഞ്ചാവ് എന്ന് പറയും ഈ സാധനങ്ങളല്ലാതെ ഡെയിലി നമ്മളിപ്പോൾ TV ഒക്കെ പത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി കിലോ കണക്കിന് സാധനങ്ങൾ പിടിക്കുന്നു. ഇത്രയും പിടിച്ചിട്ട് പിന്നെയും പിന്നെ വരുന്നല്ലോ. ഇന്നലെ തന്നെ കണ്ടില്ലേ, സ്വന്തം ഭാര്യയെ കുത്തിക്കൊന്നു, തൻ്റെ അമ്മായിയപ്പനെ അമ്മായിയമ്മയും വെട്ടി പരിക്കേൽപ്പിച്ചു, ആ പെണ്ണ് മരിച്ചുപോയി. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രത്യേകിച്ച് മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. സർക്കാർ ഉണർന്ന് അതായത് പോലീസാണെങ്കിലും എക്സൈസ് ആണെങ്കിലും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കണം. അതിർത്തി മേഖലകളിലെല്ലാം അതിന് കർശനമായ ചെക്കിങ്ങുകളുണ്ടാകണം. എങ്കിൽ മാത്രമേ ഇതിൽ നമ്മൾ പിടിച്ചു നിർത്താനും കഴിയും. ഇല്ലെങ്കിൽ ഇത് അടുത്തൊരു വർഷം 25-26 കടന്നു വരുമ്പോൾ ഇത് കൂടുന്നതല്ലാതെ കുറയത്തില്ല. പഴയ കാലത്ത് നിന്ന് പുതിയ കാലത്തിലേക്ക് മാറുന്നു. അപ്പം പുതിയ കാലത്ത് മദ്യപാനം, മയക്കുമരുന്ന് അങ്ങനെ ഒരുപാട് ലഹരിയൊക്കെ വരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പഴയ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം പിള്ളേർ വെറും 12 വയസ്സ് മുതൽ ഒരു 10-22 വയസ്സ് വരെയുള്ള പിള്ളേർ മയക്കുമരുന്നിന് അടിമയായിപ്പോയി. മയക്കുമരുന്ന്, കഞ്ചാവ്, വെള്ളം, ലഹരി, മറ്റു പദാർത്ഥങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് അവർ അതിന് ആഡിക്റ്റായിപ്പോയി. നമ്മൾ പഴയ കാലത്തെന്ന് പറയുന്നത്, എൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് 70, 74, 75 കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അന്ന് മദ്യമേ ഉള്ളൂ, മയക്കുമരുന്നൊന്നുമില്ല. കഞ്ചാവ് സുലഭമായി കിട്ടുമെങ്കിലും മദ്യം എല്ലാ ഇതിലും കിട്ടുമായിരുന്നു. ഇതുപോലെ ബാറില്ലായിരുന്നു, മൊത്തം ഈ മറ്റ് വാറ്റുപകരണങ്ങളായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടം നോക്കുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ 12 വയസ്സ് മുതൽ മേലോട്ട് ഡെയിലി 500 രൂപ ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. 500 രൂപ കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ അന്യമായ ബഹളവും, തന്തയെ തല്ലുക, തള്ളയെ തല്ലുക, സഹോദരങ്ങളെ തല്ലുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടം വളരെ പേടിച്ച് വേണം ജനങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ. പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പേടിച്ച് വേണം പിള്ളേരുടെ അടുത്ത്, നമ്മുടെ സ്വന്തം മക്കളുടെ അടുത്ത് പോലും പേടിച്ച് വേണം സംസാരിക്കാൻ. കാലഘട്ടമായിപ്പോയി. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടം വളരെ മോശമായ കാലഘട്ടമാണ്. നിങ്ങൾ വലിയൊരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അറിയാം. ഒത്തിരി സന്തോഷമുണ്ട്. ഞാനിവിടെ ഒരു ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് കൊട്ടാരക്കര എത്തിയതാണ്. KSRTCയുടെ മാലിന്യമുക്തം സ്റ്റേറ്റ് കോർഡിനേറ്ററും കൂടിയാണ്. പേര് ജാൻസി എന്നാണ്. ഞാനും സമൂഹത്തിൽ ഇങ്ങനെ കാണുന്ന ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളും സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കാറുണ്ട്, നമ്മുടെ മക്കൾ ഇപ്പോൾ പോകുന്ന ആ ഒരു രീതി. എനിക്ക് തോന്നുന്നു സ്കൂളുകളിൽ വടി അതായത് ചൂരൽ ഉപേക്ഷിച്ചോടുകൂടി മക്കൾ കുറേ മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ കുട്ടികൾ ഇപ്പോൾ കോളേജുകളായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, അവർ ജീവിതത്തിൻ്റെ 3/4 ഭാഗം ഉണർന്നിരിക്കുന്നത് സ്കൂളുകൾ, കോളേജുകളിലാണ്. അവരെ ഏറ്റവും നന്നായിട്ട് എന്താ പറയുക, അവരുടെ പ്രസരിപ്പും അവരുടെ കഴിവും എല്ലാം ചെയ്യുന്ന സ്ഥലത്ത് നല്ലൊരു അന്തരീക്ഷമല്ല ഓരോ സ്ഥലത്തുനിന്നും കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് കോളേജുകാരെയും സ്കൂളുകാരെയും എല്ലാം ഞാൻ കുറ്റം പറയുന്നത് നമ്മുടെ അവിടുത്തെ കൂട്ടുകെട്ടുകളും ഈ ഒരു വലിയൊരു വിപത്തായ മയക്കുമരുന്ന്, അതുപോലെ തന്നെ മദ്യപാനം, പിന്നെ അനാശാസ്യ കൂട്ടുകെട്ടുകൾ. അപ്പോൾ ഇവരെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ എത്രയും പേടിച്ചാണ് ഓരോ ദിവസവും ക്ലാസ്സിലേക്ക് ചെല്ലുന്നത്. മാഷ് എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എന്താണോ പണിഷ്മെൻറ്റ് തരുന്നത്, അവരോടുള്ള ബഹുമാനമായിരുന്നു. മനസ്സിൽ തോന്നിയ ഒരു ആശയം എന്ന് പറയുന്നത്, നമ്മളുടെ വീട്ടിൽ നിന്നും ഉള്ള ഒരു കർശനമായിട്ടുള്ളൊരു വിലക്ക് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണം അവരുടെ ഭാഗത്ത് വേണം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ 1-2 ഉള്ളൂ. അവരെ കൂടുതലും എനിക്ക് തോന്നുന്നു മാതാപിതാക്കളുടെ കയ്യിൽ സുരക്ഷിതമായിട്ടിരുന്നാലാണ് അവർ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയൊരു പരിശോധനയാകാം, അവരെങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ എന്താണെന്നൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു കോളേജുകാരെയും സ്കൂളുകാരെയും പഴിചാരാതെ, ഈ സമൂഹത്തെ മൊത്തം പഴിചാരാതെ വീട്ടിൽ നിന്നും അവർക്കൊരു നിയന്ത്രണം വേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മളുടെ കൈകളിൽ സുരക്ഷിതമാക്കാൻ ഈ സമൂഹത്തിനും നമുക്കൊക്കെ ഒരു ബാധ്യതയുണ്ട്. എനിക്ക് വേറെ ഒന്നും കാര്യമായിട്ട് പറയാനില്ല. നമ്മുടെ മക്കളുടെ ഈ ഒരു പോക്ക് ഈ സമൂഹത്തിന് തന്നെ ഒരു വിപത്താണ്. എന്നാലും നിങ്ങളുടെ ഈ ഒരു നല്ല ഒരു ഉദ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും.